guys, welcome back to my channel. So this is Surya, you're watching Street Hunter Garage. So നിങ്ങൾ കുറേ നാളായിട്ടായിരിക്കും ഈ വണ്ടി ഈ ചാനലിൽ കാണുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടാവും ചെറിയ ചെറിയ അപ്ഡേറ്റുകളായിട്ട്. സോ ആഫ്റ്റർ 2.5 years, അതായത് 2 വർഷവും 5 മാസവും 7 ദിവസവും കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത്. ഇപ്പോഴല്ല, 2 ദിവസമായിട്ട് കിട്ടിയിട്ട്. സോ അത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണിത്. സോ ഇതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി ഞാൻ ഇൻസ്റ്റയിൽ മാത്രമേ പോസ്റ്റ് ചെയ്തുള്ളായിരുന്നു. ഐ വാസ് ഫ്രസ്ട്രേറ്റഡ്, ഐ വാസ് ബ്രോക്കൺ. എൻ്റെ കിളി പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടാതിരുന്നത്. ഒരു 2.5 years ബാക്ക് ഞാൻ വണ്ടിയിൽ പെട്രോൾ അടിച്ചു. ഇവിടെ അടുത്തൊരു പമ്പിൽ നിന്നായിരുന്നു. പെട്രോളിൽ വെള്ളമായിരുന്നു. ഐ ഡിഡ്ന്റ് റിയലൈസ്. ഒരു 2-3 weeks കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി എടുക്കുന്ന ടാങ്കിൽ തുരുമ്പിളകി, ഫ്യൂവലെല്ലാം കോളായി, വണ്ടി ഓടുന്നിടയിൽ നിന്നുപോയി. സോ ഐ വിൽ ഷോ ദ പ്ലേസ്. ഈ റൂട്ടിൽ തന്നെയാണത്. സോ എപ്പോഴും എനിക്കിപ്പോൾ ഈ വണ്ടി എടുക്കുമ്പോൾ പേടിയാണ്. നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തു, ഏകദേശം ഞാനൊരു couple of lakhs ഞാൻ ഈ വണ്ടിയിൽ മുടക്കിയിട്ടുണ്ട്. അതിൻ്റെ കുറേ റീസൺസൊക്കെ ഉണ്ട്. അത്രയൊന്നും ആവശ്യമില്ലായിരുന്നു. ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയൊരു കഥയാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇതിൻ്റെ അകത്ത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഈ വീഡിയോ ജസ്റ്റ് ഫോർ ഫൺ. സോ നമ്മൾ ഇറക്കി ഇപ്പോൾ 1-2 ഇഷ്യൂസ് ഉണ്ട്. ഇഷ്യൂ നമ്പർ 1, സ്മോക്കിലായിരുന്നു. സ്മോക്ക് എടുത്തു. സോ ഐ മീൻ സ്മോക്ക്. ഇഷ്യൂ നമ്പർ 2, നമുക്ക് ഫ്രണ്ട് പ്ലേറ്റ്സ് ഇല്ല. നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് ഒരു താല്പര്യമില്ലാത്ത സാധനമാണ് ഈ ഇങ്ങനത്തെ വണ്ടികളിൽ ഫ്രണ്ട് പ്ലേറ്റ്സ് വയ്ക്കുന്നത്. ഫ്രണ്ടിൽ ഐ മീൻ നമ്പർ പ്ലേറ്റ് വേണം, പക്ഷേ ഇങ്ങനെ ഓൾറെഡി ഈ വണ്ടിയിൽ ഇത് വരുന്നില്ല. പ്ലേറ്റ്സിൻ്റെ മൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ അത് തുളച്ച് വയ്ക്കുകയെന്ന് വെച്ചാൽ അതിന് എനിക്ക് താല്പര്യമില്ല. പിന്നെ ലോ ഹാസ് ടു ബി ഫോളോ. അതുകൊണ്ട് മാത്രം പ്ലേറ്റ് നമ്മൾ സ്റ്റിക്കർ ചെയ്യാമെന്ന് വെച്ചു. നേരത്തെ ഉണ്ടായിരുന്നു, അത് ആ വൈസർ പൊട്ടിപ്പോയപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്തേക്ക് വയ്ക്കാൻ പറ്റിയിട്ടില്ല. ഷോപ്പിലായിരുന്നല്ലോ. സോ നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് ടാസ്ക് അതാണ്. തേർഡ് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, അത് നമുക്ക് തിരിച്ച് എല്ലാവരുടെ തന്നെ പോകണം. സോ ഞാൻ എന്തിനാണ് പോണത്, അവരെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം, എനിക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ വെച്ചിട്ട് വേറെ വീഡിയോ വരും. ഇത് മെയിൻലി നമ്മുടെ ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനം ഈ വണ്ടിക്ക് ഇല്ല, ഹോൺ. എവിടെ പോയി എന്നറിയില്ല. വണ്ടിയിൽ ഹോൺ ഉണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ ഒരു സാധനം പോലും ഇല്ല. ഗൈസ്, ഞാനൊരു പുതിയ രീതിയിലാണ് ഇപ്പോൾ വ്ളോഗിങ് നോക്കുന്നത്. അതായത് ഞാൻ സൗണ്ട് വേറെ ഡിവൈസിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ക്യാമറയുടെ ആംഗിളും ശരിയാണോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ ഈ ഹെൽമെറ്റ് ആക്സറോട് ഫിക്സ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ടെസ്റ്റ് ഡ്രൈവിന് എടുത്തതാണ്. സോ ക്യാമറയുടെ ആംഗിളും കറക്റ്റാണോ എന്നൊക്കെ എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. അതിനും കൂടിയാണ് ഇപ്പോൾ ഒരു ബേസിക് വീഡിയോ എടുക്കുന്നത്. ഇത് മേ ബി ഇൻസ്റ്റാഗ്രാം വീഡിയോ ആയിരിക്കാം, അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സിലേക്കായിരിക്കാം. പക്ഷേ ഐ മിസ് ദിസ് ബ്ലഡി ബൈക്ക്. ബാക്ക് വെൻ ഐ ബോട്ട് ദിസ് ബൈക്ക്, ഈ വണ്ടിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമുക്ക് ഫുൾ ത്രോട്ടലൊക്കെ കൊടുക്കുമ്പോൾ ചെറിയ മിസ്സിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയിട്ടില്ല. സോ ഞാൻ ഈ വണ്ടി ഒരു 6,000 അല്ലെങ്കിൽ ഒരു 7,000-ന് മേലെ ഇതുവരെയായിട്ട് കയറ്റാൻ പോലും പറ്റിയിട്ടില്ല. ബിക്കോസ് നമ്മുടെ റോഡിൽ പറ്റുന്നില്ല. ആകെ ഹൈവേയിൽ മാത്രമേ പറ്റുള്ളൂ. അതാണെങ്കിൽ ഒരു രക്ഷയില്ല. ഞാൻ ഈ ഇടയ്ക്ക് ഹൈവേയിലേക്കൊന്നും പോയിട്ടുമില്ല. നമുക്കൊരു ട്രിപ്പ് പോകണം. നമുക്ക് 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഫിക്സ് ചെയ്യണം എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഇറങ്ങിയത്. സോ നമ്മളിന്ന് കോട്ടയത്ത് നിന്ന് എടപ്പള്ളിയിലേക്കാണ് പോകുന്നത്. അതിന് മുമ്പ് ചെറിയ 1-2 സ്റ്റോപ്സ് ഉണ്ട്. ബിക്കോസ് വി ഹാവ് ടു പുട്ട് എ നമ്പർ പ്ലേറ്റ് ഓൺ ഇറ്റ്. സോ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആഫ്റ്റർ ഒരു 2-2.5 വർഷം കഴിഞ്ഞിട്ട് ഓടിച്ചിട്ട് ഐ റിയലി മിസ് ദിസ്. പക്ഷേ ആ ഒരു പവർ സർജും എല്ലാം ഒന്ന് മാറിയപ്പോഴത്തേക്കും ഒരു പുതിയ യൂണീക്ക് വണ്ടി പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഓടിച്ച ആൾക്കാരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ബേസിക്കലി ജസ്റ്റ് കപ്പിൾ ഓഫ് മൈ ഫ്രണ്ട്സ്. സോ ഈ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വ്ളോഗ് എടുത്തിട്ട് കുറേ ആയി. സോ ലാസ്റ്റ് ഗൊറില്ല 450 പരാജയം വീഡിയോ ആയിരുന്നു. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്.
അതുകൊണ്ട് തന്നെയാണ് ഒരിടത്തും അത് ഇടാതെ ജസ്റ്റ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ട് ആർക്കും ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. ഭയങ്കര പരാജയമായി. ബിക്കോസ് അൺസ്ക്രിപ്റ്റഡ് ആയിരുന്നു. ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് കൊണ്ട് പെട്ടെന്ന് എന്തൊക്കെയോ തട്ടിക്കൂട്ടി കാണിച്ചു വെച്ചൊരു സാധനമാണ്. സോ ഐ അപ്പോളജൈസ് ഫോർ ദാറ്റ്. അത് കണ്ടവരോട് ഞാൻ ശരിക്കും അപ്പോളജൈസ് ചെയ്യുന്നു. ബിക്കോസ് ദാറ്റ് വാസ് എ ടെറബിൾ വീഡിയോ. ഐ നോ ദാറ്റ്. സോ അങ്ങനെ ഈ വീഡിയോ ആക്കരുതെന്നൊരു ആഗ്രഹമുണ്ട്. സോ ഇത് ജസ്റ്റ് ഒരു ഡെയിലി വ്ളോഗ് എന്നൊക്കെ ഉള്ള രീതിയിൽ സീരീസിൽ കൂട്ടാവുന്നേ ഉള്ളൂ. സോ ഞാൻ പറഞ്ഞല്ലോ ഇതിന് ആകെ ഒരു 3 പോർഷൻസ് ആയിരുന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്മോക്ക് ടെസ്റ്റ് നമ്മൾ പാസ്സായി, കുഴപ്പമൊന്നുമില്ല. ഈവൻ ഫോർ ദിസ് ബൈക്ക് ഒരു കുഴപ്പമില്ല, സ്മോക്ക് ടെസ്റ്റ് പാസ്സായി. ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമ്പർ പ്ലേറ്റ് ആണ്. അതും കൂടെ ചെയ്തിട്ടേ നമ്മൾ എറണാകുളത്തേക്ക് പോകുന്നുള്ളൂ. ബിക്കോസ് മന്ത് എൻഡാണ്. ടുഡേ ഇസ് October 28th, മൺഡേ ആണെന്ന് തോന്നുന്നു. സോ 2 ദിവസമേ ഉള്ളൂ. ദിവാലിയൊക്കെയാണ്, അവർക്കും ചിലവുകളൊക്കെ ഉണ്ട് പോലീസുകാർക്ക്. സോ എന്തായാലും അവരിറങ്ങും. സോ നമ്മൾ നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് മാത്രമേ പോകുന്നുള്ളൂ എറണാകുളത്തേക്ക്. ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ കാലെങ്കിലും പിടിക്കാം. ആൻഡ് യു മേ ഹാവ് നോട്ടീസ് ദിസ് F1 ലൈറ്റ് ആൻഡ് റെഡ് ലൈറ്റ് ബ്ലിങ്കിൻ്റെ. സോ അത് ഒരു ചെറിയ ഇഷ്യൂ കൂടെ ഉണ്ട്. കാരണം നമുക്ക് ഈ വണ്ടി സ്കാൻ ചെയ്യാൻ ഒരു ഇതുമില്ല. ഇതിൻ്റെ വണ്ടിയുടെ എല്ലാം നമ്മൾ മാറ്റി എല്ലാം ക്ലിയർ ചെയ്തു. പക്ഷേ ആ കോഡ് ക്ലിയർ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. കാരണം ഇതിൻ്റെ സ്കാനർ ഇപ്പോൾ നിലവിലില്ല. ഇതിൻ്റെ സ്കാനർ ആകെ ഉണ്ടായിരുന്നത് ഹോയ്സിങ്ങിൻ്റെ ഷോറൂമിലാണ്. ഷോറൂം കൂട്ടിയിട്ട് ഏകദേശം 5 years ആയി. സോ ഈ സ്കാനറുള്ള ഒരാളെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് ക്ലിയർ ചെയ്താലേ ആ ഇടയ്ക്കിടയ്ക്ക് F1 കാണിക്കുന്ന മാറുള്ളൂ. സോ അതൊരു അനോയിങ് ആണ്, ബട്ട് ഇറ്റ് ഈസ് ബെറ്റർ. സോ 1-2 മൈന്യൂട്ട് കാര്യങ്ങളുണ്ട് ഗൈസ്. നമ്മുടെ റോട്ടർ പൊസിഷൻ സെൻസറൊക്കെ നമ്മൾ കൂടെ ഒന്ന് റീകാലിബ്രേറ്റ് ചെയ്യാനുണ്ട്. സെൻസർ നമ്മൾ എന്താ പറയുക, ജസ്റ്റ് വച്ചതല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്നും കൂടെ കാലിബ്രേറ്റ് ചെയ്യാനുണ്ട്. കാരണം വണ്ടി ഇത്രയും നാൾ കൂടിയിട്ടാണ് ഓടുന്നത്. ഷോപ്പിൽ വർക്ക് ചെയ്യുന്നവർക്ക് പോലും ഇതെന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത ആൾക്കാരായിരുന്നു. അത് ഞാനൊന്നും പറയുന്നില്ല. ബട്ട് അറ്റ് ലാസ്റ്റ്, ഈവൻ ആഫ്റ്റർ എ ലോങ് വെയിറ്റ്, ഐ ഗോട്ട് മൈ ബൈക്ക് ബാക്ക്. സോ ഐ എം ഹാപ്പി. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എൻ്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ പൊടിഞ്ഞെങ്കിലും ഐ എം ഹാപ്പി. സോ ബേസിക്കലി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഈ ഹോയ്സിങ്ങിൻ്റെ എന്തൊരു പാർട്സ് വേണമെങ്കിലും യു ക്യാൻ കോൺടാക്ട് മീ. കാരണം ഞാൻ ഒത്തിരി പെട്ടതാണ്. സോ ഐ ഗോട്ട് സം കണക്ഷൻസ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് പാർട്സ് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ ഞാൻ സെറ്റ് ചെയ്ത് തരുന്നതാണ്. നമ്മുടെ ആശാൻ പറയുന്ന പോലെ ഇതിൻ്റെ അകത്തിരുന്ന് നിങ്ങൾ ബ്ലോക്കിൽ കൂടെ ഓടിക്കുകയാണെങ്കിൽ 2 ഓംലേറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അമ്മാതിരി ചൂടാണ്. ആകെയുള്ളൊരു 3 ടാസ്ക് അതിനകത്ത് ഒരെണ്ണം ചെയ്തു. സെക്കൻഡ് വൺ ഫെയിലായി. ഇനി അതിന് കണ്ടുപിടിക്കണം. തേർഡ് വൺ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഈ പണ്ടായിരത്തിൻ്റെ ഫോൺ. വണ്ടി ഓക്കെ, ആൾക്കാർ കേൾക്കും, ദൂരേന്ന് വരുമ്പോഴേ കേൾക്കും, അതെല്ലാം ഓക്കെ. ബട്ട് ഹോൺ ഈസ് അർജൻറ്റ്. അതൊരു അത്യാവശ്യമുള്ള സാധനമാണ്. എന്നാലും ഇതിൻ്റെ ഹോൺ എവിടെ പോയെന്ന് പോലും അറിയില്ല. ഒരു ഹോണിൻ്റെ അവിടുത്തെ സ്ക്രൂ പോലും കാണാനില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ ടു ദിസ്. ബട്ട് എനിവേ നമുക്ക് നോക്കാം. സോ ഗൈസ്, നമ്മൾ ഈ വണ്ടി വെച്ചിട്ട് കുറേ പരിപാടി ഓൾറെഡി പ്ലാൻഡ് ആണ്. അതായത് 2 years ബാക്ക് 2 years ബാക്ക് മുമ്പേ പ്ലാൻ ചെയ്ത കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞേക്കാം, ദർ വോണ്ട് ബി എ ടോപ്പ് സ്പീഡ് വീഡിയോ. യൂഷ്വലി ഞാൻ റിവ്യൂ ചെയ്യുന്ന വണ്ടികൾക്കൊക്കെ ഞാൻ ഒരു മാക്സിമം ടോപ്പ് സ്പീഡൊക്കെ കാണിക്കുന്നതൊക്കെ കയറ്റി എടുക്കുന്ന വീഡിയോസ് ഉണ്ടാവും. ഈ വീഡിയോയിൽ അതൊരിക്കലും പ്രതീക്ഷിക്കരുത്. സോ ഗൈസ്, അപ്പോൾ ഇവിടെ അടുത്തായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ നമ്പർ പ്ലേറ്റ് സ്റ്റിക്കർ ചെയ്തൊരു കടയുണ്ട്. സോ ഞാൻ അതാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ അടുത്ത് ഏതാണ്ടായിരുന്നു. നമുക്ക് അവിടെ ഒന്ന് ചെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് നമ്പർ പ്ലേറ്റ് അടിച്ചിട്ട് എറണാകുളത്തേക്ക് പോകാമെന്നാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. സോ ഇറ്റ്സ് അറൗണ്ട് ദിസ് കോർണർ ഐ തിങ്ക് സോ. സോ ഇതാണ് കേട്ടോ ആ കട. നമുക്കൊന്ന് നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് നോക്കാം. സോ
സോ ഗായ്സ് അങ്ങനെ നമ്മൾ നമ്പർ പ്ലേറ്റ് വെച്ചു. നമ്മൾ വേറെ വണ്ടി കടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് പെട്ടെന്ന് ക്വിക്കായിട്ടാണ് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്കത് ഫിലിം ചെയ്യാൻ പറ്റാഞ്ഞത്. സോ ഗായ്സ്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടാസ്ക് കഴിഞ്ഞു. സോ നമ്പർ പ്ലേറ്റ് വെച്ചു. ഒരു സ്മോൾ സ്റ്റിക്കേഴ്സാണ് ഒട്ടിച്ചേക്കുന്നത്. നമുക്ക് പ്ലേറ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പ്ലേറ്റ് നമുക്ക് ഒട്ടിക്കാം. ഹോളൊന്നും തുളച്ച് മറ്റേ ഇത് ചെയ്യുന്നില്ല, ജസ്റ്റ് സ്റ്റിക്ക് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്യുള്ളൂ. സോ നമ്മുടെ ഇപ്പോഴത്തെ ഇഷ്യൂ എന്ന് വെച്ചാൽ ആ കണ്ണാടിയാണ്. ദിസ് മിറർ എന്താണെന്നറിയില്ല. കണ്ണാടി നോക്കി ഇപ്പോൾ മാക്സിമം അകത്തിരുന്നേനെ. നമുക്കിനി എടപ്പള്ളി ട്രാഫിക്കിൽ ഇനി എങ്ങനെ അവിടെ എത്തുന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ കൺസേൺ. സോ നമുക്ക് ഒന്ന് രണ്ട് റാപ്പ് ഐഡിയാസ് ഒക്കെ ഉണ്ട് കേട്ടോ. ആൻഡ് വൺ മോർ തിങ്, ഇതാ ഒരു ചെറിയ നമ്പർ പ്ലേറ്റ് പോലെ നമുക്ക് കാണാമായിരിക്കും. ആ സ്റ്റിക്ക് ജസ്റ്റ് $50 ഉള്ളിൽ മേടിച്ചുള്ളൂ. റീസണബിൾ പ്രൈസാണ്. ഹാറ്റ്സ് ഓഫ്. ഞാൻ ആ കടയുടെ വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ സൈഡിൽ കൊടുക്കാം. ഈ വൈക്കം ആക്ച്വലി അത് കൂട്ടുമ്മയെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. സോ ഈ മൈക്കിൽ കേൾക്കാമെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിശ്വാസം. നേരത്തെ നമ്മളെടുത്ത വീഡിയോസിൽ ആംഗിളിന് നല്ല ഇഷ്യൂ ഉണ്ടായിരുന്നു. സോ ഞാൻ ആംഗിൾ ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുഴപ്പമുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഐ ഹാവ് ടു അപ്ഗ്രേഡ് മൈ ബ്രേക്സ്. ചെറിയൊരു കട്ട ഷോക്കായി പോണു. ഐ ഡോണ്ട് നോ വൈ. സോ നമുക്ക് ഒന്ന് രണ്ട് മെയിൻ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാവരിലും ചെന്നിട്ട് ഒന്ന്, ടാങ്ക് ജസ്റ്റ് ഒന്ന് വോബിൾ ചെയ്യുന്നുണ്ട്. മേ ബി സ്ക്രൂ ടൈറ്റ് ചെയ്താൽ മതി ആകുമായിരിക്കണം. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ മിറർ, പിന്നെ ടെയിൽ ലൈറ്റിലും ചെറിയൊരു വോബിൾനെസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അവരെങ്ങാനും ഒരു സ്ക്രൂ എല്ലാം ഇടാൻ മറന്നോ എന്നൊരു ഡൗട്ട് പോലെ. ഇപ്പോഴും ആ ഒരു സ്പ്ലെൻഡർ കയറി വന്ന കണ്ടില്ലേ, അവരുടെ വിചാരം അവർ മാത്രമേ റോഡിലുള്ളൂ എന്ന്. അതായത് നേരെ എടുത്തിട്ട് ഒറ്റ കയറ്റലാണ്. അതുകൊണ്ട് വൈ ഗൈസ് ദീസ് ഗൈസ് ഡൂ ലൈക്ക് ദിസ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമുക്ക് എപ്പോഴും ഹോൺ ആവശ്യമുള്ളൂ. ബട്ട് എന്തോ കഷ്ടകാലത്തിന് നമ്മുടെ ഹോൺ വർക്കിംഗ് അല്ല. സോ ഞാനൊരു ഹോൺ എടുത്തിട്ടുണ്ട്. യൂഷ്വലി അത് കാറിൽ വയ്ക്കുന്നതാണ്. അത് ഇതിൻ്റെ അകത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യില്ലെന്നൊന്നും എനിക്കറിയില്ല. നമുക്കൊന്ന് നോക്കണം. കാരണം ഇതിന് ഇലക്ട്രോണിക്സ് വേറെ വയ്ക്കുന്നതൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള കാര്യങ്ങളാണ്. ഇതിന് ഇഷ്ടപ്പെട്ടാൽ മാത്രം അത് എടുക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള എൻ്റെ ജ്യൂസ് കുട്ടിയാണ്. സോ യു മേ നോ ഐ കോൾ മൈ വെഹിക്കിൾ സം നെയിംസ്. സോ മൈ ഐഡൻറ്റിറ്റി ഈസ് പാക്കസസ് ആൻഡ് മൈ അവഞ്ചറിന് സത്യം പറഞ്ഞാൽ ഇതുവരെയായിട്ട് പേരിട്ടുന്നില്ല. അവഞ്ചറിന് NS-നും ഇവനെ ഞാൻ സൂസ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റ്സിനെ ഞാൻ ബ്ലൂ ഡെവിൾ എന്നാണ് വിളിക്കുന്നത്. സോ നമ്മുടെ Zeus 650 അല്ലെങ്കിൽ വേണമെങ്കിൽ ഹോയ്സൻസ് GTR 650 അത്ര വലുതായിട്ട് വെറൈറ്റി വയ്യ. അതുകൊണ്ടാണ് Zeus 650 എന്നൊക്കെ പറയുന്നത്. സോ ഇവനെ പറയുന്ന പോലെ Zeus ഗ്രീക്ക് ഗോഡാണ്. ഗോഡിനെ പോലെ തന്നെ നോക്കണം. ഇവരെ നമ്മൾ പൊന്നു പോലെ നോക്കിയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഡെയിലി വണ്ടി ഓടിക്കണം, ഡെയിലി വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ഹോയ്സിങ്ങിനൊരു പ്രത്യേക ഒരു അസുഖമുണ്ട്. അതായത് ഇലക്ട്രിക്കൽ അസുഖം എന്ന് പറയും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഓരോന്നോരോന്നും തരും. അത് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഹോയ്സിങ്ങിൻ്റെ ഏതൊരു വണ്ടി, ഹോയ്സിങ് ആക്ച്വലി ആകട്ടെ GTR ആയിക്കോട്ടെ 650 ആണെങ്കിലും 250 ആണെങ്കിലും ഉള്ള ഏത് വണ്ടിയാണെങ്കിലും ഹോയ്സിങ് ബ്രാൻഡിൽ പറഞ്ഞിരിക്കുന്നത് DK മോട്ടോഴ്സിൽ വന്നിരിക്കുന്ന എല്ലാ വണ്ടിയിലും നമ്മൾ നോക്കേണ്ട മീൻസ് ആണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും നനയ്ക്കുക. അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഡേ അല്ല ട്വൈസ് എ വീക്ക് അല്ലെങ്കിൽ ട്വൈസ് എ വീക്കെങ്കിലും ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടും. ബിക്കോസ് ഇമാതിരി ഒരു സാധനം, അതായത് പനി സൈഡിൽ കൂടെ പോയാൽ പനി പിടിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അതുപോലെയാണ്. ജസ്റ്റ് ഒന്ന് ബാറ്ററി ഡൗൺ ആയാൽ അതിൻ്റെ പുറകെ ഈ പനി പിടിക്കുമ്പോൾ ഈ ചുമയും ജലദോഷമൊക്കെ വരുന്ന പോലെ ഇതേപോലെ ബാറ്ററി ഡൗൺ ആയാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇലക്ട്രിക് ഇഷ്യൂസ് ഇങ്ങനെ ചവറ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് ഈ വണ്ടിയുടെ കുഴപ്പം.
സോ നിങ്ങൾ ഹോൺ ശരിയാക്കാനും ഹെഡ്ലൈറ്റിൻ്റെ ബ്രൈറ്റിൻ്റെ ഇത് ശരിയാക്കാനും 2 സ്ക്രൂ മുറുക്കാനൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് പോകുന്നത്. നിങ്ങൾ ചോദിക്കുന്നുണ്ടോ വൈ ഡോണ്ട് യു വർക്ക് ഇൻ ദിസ് ബൈക്ക്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തുകൂടെ? നിങ്ങൾ വേറെ വണ്ടിയിലൊക്കെ പണിയുന്നതല്ലേ? വേറെ വണ്ടിയിലൊക്കെ പണിയുന്നതാണ്. എനിക്കിൻ്റെ അകത്ത് പണിയും വയ്യ. ഒന്ന്, ഈ സാധനം വയ്ക്കണമെങ്കിൽ പോർച്ചിൽ നിന്ന് വണ്ടികളൊക്കെ എടുത്ത് മാറ്റിയിടണം, എന്നാലേ ഒരു സ്പേസ് കിട്ടുള്ളൂ. 2, ഇതിൻ്റെ ഫെയറിങ് ഊരിയിട്ട് ഇടണൊക്കെയൊക്കെ ഭയങ്കര മെനക്കേടാണ്. ഒന്നെങ്കിൽ സാധനം നമ്മൾ എന്തെങ്കിലും നമ്മൾ ഓരോ ഷോപ്സിലുള്ള പോലെ ലിഫ്റ്റ്സ് വേണം, ജസ്റ്റ് പൊക്കി വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറൊരാൾ വേണം. വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടും എനിക്ക് ഒറ്റയ്ക്ക് ഇത് കിടന്ന് പെടാപ്പാട് പെടാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അല്ലാതെ ഇത്ര സില്ലി റീസൺ നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല. പിന്നെ വേറൊരു റീസൺ എന്ന് വെച്ചാൽ ഐ സ്പെൻഡ് അബൌട്ട് 40K, more than 40K in LRL just 2 days back. So അത്രയും പൈസ പടക്കിയിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിൽ ശരിയല്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ്. എൻ്റെ കണ്ണാടിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? സോ ഇതാണ് നമ്മൾ പുതിയ സാധനം വെച്ചതാണ്, എന്നിട്ടാണ് ഇത് ഇങ്ങനത്തെ അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോണത്. നമ്മൾ വിശ്വസിച്ചൊരു സാധനം വയ്ക്കുമ്പോൾ അതിൻ്റേതായൊരു ക്വാളിറ്റി വേണ്ട. 1 വർഷമൊന്നും ഞാൻ തരാൻ പാടില്ല, അറ്റ്ലീസ്റ്റ് ഒരു 10 ദിവസമെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി കിട്ടണ്ടേ. നോട്ടീസ് ബ്ലോക്കിൽ ഓടിക്കുമ്പോൾ ചെറിയൊരു മിസ്സിങ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി ഞാൻ ഒരു സ്ട്രെസ് ടെസ്റ്റിനാണ് 2 days ബാക്ക് വണ്ടി നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത്. കാരണം ഇത്ര നാൾ ഓടാത്തതാണ്, വണ്ടിക്ക് ഒത്തിരി ഇഷ്യൂസ് വരാം. നമ്മൾ എത്ര ഫിക്സ് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു 2-2.5 വർഷമൊക്കെ വണ്ടി അനക്കാതെ വയ്ക്കുമ്പോഴത്തേക്കും ഇഷ്യൂസ് വരാം. ഓക്കെ, ആൻഡ് അഗെയിൻ ഞാൻ നമ്മുടെ വീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ടയേഴ്സ്. ഇത്തിരി എക്സ്പെൻസീവ് ആണ്, എന്നാലും ഞാൻ ഓർഡർ ചെയ്തു. നമുക്ക് വരുമ്പോൾ കാണിക്കാം. ആൻഡ് അഗെയിൻ ബ്രേക്ക് പാഡ്സ് നമുക്ക് EBCയുടെ ഫ്രണ്ട് കിട്ടി. അത് ഫ്രണ്ട് കുറച്ചുകൂടെ ഓടും, അത് കഴിഞ്ഞിട്ട് ഞാൻ മാറ്റാമെന്ന് വെച്ചിട്ടാണ്. റിയർ നമുക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. റിയർ കിട്ടുന്നതൊക്കെ ഈ ചാത്തരാണ്. കൂടിപ്പോയ ഒരു 2-3 ടൈംസ് ഒന്ന് സഡൻ പോലും അടിക്കാനുള്ളൊരു ഇതില്ല. അതിനു മുമ്പ് തന്നെ ചെറിയൊരു 100 കിലോമീറ്റേഴ്സ് ഓടുമ്പോൾ തന്നെ തേഞ്ഞു പോകുന്ന ടൈപ്പ് ബ്രേക്ക് പാഡാണ് ഞാൻ വെച്ചിരിക്കുന്നത്. സോ റിയറിൽ നമ്മൾ ഫുള്ളായിട്ട് റിയർ യൂസ് ചെയ്യുന്നില്ല, 70-30 ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് പോലും നമുക്ക് പെട്ടെന്ന് പോവാണ്. സോ അതാണൊരു ഇഷ്യൂ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിൻ്റെ ഒച്ച ഇഷ്ടപ്പെട്ടെന്നൊന്ന് പറയാം കേട്ടോ. സാധനം L-twin അല്ലെങ്കിൽ V-twin എന്ന് വേണമെങ്കിൽ പറയാം. 110 ഡിഗ്രിയിലാണ് ഇരിക്കുന്നത്. V എന്നും പറയാൻ പറ്റത്തില്ല, L എന്നും പറയാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരവസ്ഥയിലാണ്. സോ ബേസിക്കലി V-twin എന്നാണ് ഇവർ പറയപ്പെടുന്നത്. എന്നാലും ഏകദേശം ഒരു ഡുഗാറ്റിയുടെ കോൺഫിഗറേഷനിലാണ്. സോ ഡുഗാറ്റിയായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല കേട്ടോ, ആവശ്യമില്ലാത്തൊന്നും വിചാരിച്ചേക്കരുത്. ഡുഗാറ്റിയായിട്ടൊന്നും കമ്പയർ ചെയ്യാനുള്ള ഒന്നും ഇല്ല ഈ വണ്ടി. ആകെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന 650 Ninja 650 ആയിട്ടാണ്. ഓൺ പേപ്പേഴ്സ് ഇറ്റ് ഹാസ് മോർ പവർ ദാൻ ദിസ്. ഐ മീൻ നിഞ്ചയേക്കാളും പവർ ഉണ്ട് ഇതിന് ഓൺ പേപ്പേഴ്സ്. ബാക്ക് ടു ബാക്ക് ഞാൻ ഓടിച്ച് നോക്കിയിട്ടില്ല. ഓക്കെ, Ninja 650 ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഇതിനും കൂടെ അത് റിഫൈൻഡ് ആണ്. ഹീറ്റ് ഇത്ര ഇല്ല, പാരൽ ട്വിൻ ആണ്, ഇത്ര അഗ്രസീവ് അല്ല. ഞാൻ പറയുന്ന പഴയ 650 ആട്ടോ, Ninja 650. സോ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് തന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ, ബിക്കോസ് അതൊരു പ്രത്യേക നിമിഷമായിരുന്നു. വണ്ടി എടുത്തു, വന്നു, കറക്റ്റ് എടപ്പള്ളിയിൽ നിന്ന് എടപ്പള്ളി ടു നമ്മുടെ ബ്രോമാൾ എത്തിയ സമയത്ത് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. സോ ഐ തോട്ട് ദ ബൈക്ക് ഹാസ് ജസ്റ്റ് failed me again.
പോയി എന്നാണ് വിചാരിച്ചത്. സോ ഇമോഷണൽ. ഞാൻ അന്ന് ശരിക്കും ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ പറയുന്നത് എനിക്കറിയില്ല. കാരണം കയ്യിൽ നിന്ന് കരച്ചിൽ വന്ന പോലെ ആയിപ്പോയി. വി സ്പെൻഡ് അബൌട്ട് ദിസ് മച്ച് ഓഫ് എമൗണ്ട് ആൻഡ് ദിസ് മച്ച് ഓഫ് ടൈം. എമൗണ്ട് മാത്രമല്ല, ഇത്രയും സമയം എൻ്റെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ വർക്ക് ചെയ്തുണ്ടാക്കുന്ന പൈസ, ഓഫീസിൽ വർക്ക് ചെയ്തുണ്ടാക്കുന്ന പൈസ മൊത്തം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത്, അതുപോലെ തന്നെ ടൈം, പേഷ്യൻസ് ഇതൊക്കെ കൊടുത്തിട്ട് വണ്ടി എടുത്തുകൊണ്ട് വന്നൊരു ഒരു ഒരു വാട്ട് സേ ഒരു 10-15 കിലോമീറ്റേഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി നിന്ന് പോകാന്ന് വെച്ചാൽ ദാറ്റ് ഫീൽ, അത് ഒരു എന്താ പറയുക, അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവില്ല. ബിക്കോസ് അതൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈവൻ ക്യാമറ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെ ഞാൻ ഓക്കെ ഇമോഷണലി ഞാൻ കരഞ്ഞ് കൊളാക്കിയത്. ബട്ട് പെട്രോൾ തീർന്നു പോയതായിരുന്നു. അപ്പോൾ ഒരു റിലീഫൊക്കെ എൻ്റെ പിന്നീട് അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇവിടെ ഈ വഴി വന്നപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടായിരുന്നു നടന്നത്. കൈൻഡ്ലി എല്ലാവരിൽ നിന്ന് ഈവൻ ക്ലോസ് ചെയ്തെങ്കിലും 2 പേര് വന്ന് പെട്രോൾ മേടിച്ച് എനിക്ക് തന്നു. ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. സോ എനിക്ക് ഒത്തിരി ഇഷ്യൂസ് അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് എല്ലാവരിൽ നിന്ന്. ബട്ട് കുറച്ച് നല്ല കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളതുകൊണ്ട് മാത്രം ഞാനതൊക്കെ വിട്ട് കളഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു നല്ലൊരു വീഡിയോ ഇറക്കിയത്. ബട്ട് എന്തായാലും നമുക്ക് ക്ഷമിച്ചല്ലേ പറ്റുള്ളൂ. നമുക്ക് ക്ഷമിച്ച് കളയാമെന്ന് വെച്ചു. സോ നമ്മൾ കുറേ നെഗറ്റീവ് റിവ്യൂ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അവരെക്കുറിച്ച് ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്, നെഗറ്റീവും ഉണ്ട്. സോ വാട്ട് സേ സോ അങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ പാലം കയറുമ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും ഫീൽ വരുന്നത്, ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നിലവിൽ അൾട്രാവയലറ്റിൻ്റെ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ഷോറൂമുണ്ട്. അത് നമ്മുടെ പഴയ ബജാജിൻ്റെ ഷോറൂമായിരുന്നു. അവിടെ നിന്നാണ് NS അവഞ്ചറൊക്കെ ഇറക്കിയത്. സോ എനിക്ക് അവിടെ പോകണം. എനിക്ക് അൾട്രാവയലറ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കണമെന്നുണ്ട്. ഫുള്ളി EV മാറാനല്ല, വണ്ടി അത്യാവശ്യം പവറും ഉണ്ട്. നമുക്ക് എൻ്റെ ഡെയിലി ഓഫീസ് കമ്മ്യൂണിറ്റിന് നല്ലൊരു വണ്ടി ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതാണ് ഞാനത് ഒന്ന് നോക്കണത്. ഇതിൽ വേറൊരു ദിവസം വന്നിട്ട് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിക്കണം. അത് ഈ പറയുന്നത്ര പവർഫുള്ളാണോ എന്നൊക്കെ എനിക്കൊന്ന് അറിയണം. കാരണം ഓക്കെ വണ്ടി യു സോ ദാറ്റ് യെല്ലോ അല്ലല്ലോ വാട്ട് ഇസ് ഇറ്റ് ദിസ് കേവ് സംഭവം കേവ് ആ യെല്ലോ കളർ നമുക്ക് പെട്ടെന്ന് വായിൽ ഉറിസ് എന്നുള്ളൊരു പേരേ വരുള്ളൂ ആ യെല്ലോ കളർ കാണുമ്പോൾ. എക്സാക്ട്ലി ആ വണ്ടി നിൽക്കുന്നല്ല പറഞ്ഞ് ഇൻ എ ഡിസ്റ്റൻസ് ഒരു ഫ്യൂ 100 meters ബാക്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഓക്കെ ഇസ് ദാറ്റ് ലംബോർഗിനി വി വുഡ് തിങ്ക് ദാറ്റ്. പ്രത്യേകിച്ച് ആ കളർ കേട്ടോ, ആ ഒരു യെല്ലോ കളർ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ എല്ലാവരിലും എത്തി. സോ ഇനി നമുക്ക് അകത്ത് നിന്ന് നമുക്ക് ഇതിൻ്റെ ഇഷ്യൂസൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാം. നമ്മളെൻ്റെ കണ്ണാടി കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇതിനൊരു കണ്ടിന്യൂഷൻ ഇല്ലാത്ത പോലത്തെ വീഡിയോ ആയിപ്പോയി. സോ ഐ എം അറ്റ് LRL Motors. സോ ഇപ്പോൾ ഗൈസ് നേരത്തെ പോലെ തന്നെ ചെറിയൊരു പണി കിട്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വന്ന ഉടനെ ഇവിടെ നല്ല തിരക്കായിരുന്നു. സോ ഐ വെയിറ്റ് ഹാവ് എ ലഞ്ച്. സോ ബൈ ദ ടൈം ഐ കെയിം ബാക്ക് അവർ ഓൾറെഡി വണ്ടിയിൽ വർക്ക് ചെയ്ത് തുടങ്ങിയായിരുന്നു. പിന്നെ ആരും ഫ്ലൈറ്റ് പോകുന്നത് എൻ്റെ കുട്ടികളൊക്കെ. സോ നമ്മൾ വന്ന എല്ലാ സംഭവം ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ് ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ 3 ടാസ്കും തീർന്നു. ഇന്നത്തെ മെയിൻ 3 ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്മോക്കായിരുന്നു, ഐ മീൻ പൊല്യൂഷൻ. സെക്കൻഡ് വൺ വാസ് നമ്പർ പ്ലേറ്റ് ഫ്രണ്ടിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചു. തേർഡ് വൺ വാസ് നമ്മുടെ ഹോണും തട്ടല്ലേ. തേർഡ് വൺ വാസ് നമ്മുടെ ഹോൺ. പിന്നെ ടാങ്കിൻ്റെ ചെറിയൊരു ഇളക്കം. സോ ബോത്ത് ഈസ് ഫിക്സ്ഡ്. സോ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു പണി കിട്ടിയായിരുന്നു. ഇടയ്ക്ക് നമ്മുടെ ഗ്ലാസ് ഒന്ന് ലൂസായിപ്പോയായിരുന്നു, അതും ഫിക്സ് ചെയ്തു.
സോ ഇന്നത്തെ നമ്മുടെ വണ്ടിയായിട്ട് ഇറങ്ങിയ ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മളിപ്പോഴും വണ്ടി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ 2.5 years ഓഫ് വണ്ടി ജസ്റ്റ് നിൽക്കുമായിരുന്നല്ലോ, അനക്കമില്ലാതെ. ടയേഴ്സ് ഞാൻ നോക്കി. ഇപ്പോൾ ഇവിടെ നമ്മളൊരു 2022 21 മോഡലാണോ നമ്മളൊരു പെരലിയുടെ ഡിയാബ്ലോ ഐ തിങ്ക് അങ്ങനെ ഒരു ഇത് നോക്കി ഹോൺ വെച്ചിട്ടുണ്ട്. നമുക്ക് ഹോൺ എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോൾ മാറണം. ബിക്കോസ് ഇത് ശരിക്കും ചാർജ് വലിക്കുന്നുണ്ട്. സോ അത് നമ്മളെന്തായാലും മാറണം. പിന്നെ പറയുകയാണെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തു. സോ താങ്ക്സ് എല്ലാവരും വൺ മോർ ടൈം. കുറ്റങ്ങളുണ്ട്, ഞാനിപ്പോഴും പറയുന്നു. എനിക്ക് അവരെ ഫുള്ളായിട്ട് ഞാൻ അങ്ങ് ഇത് പറയുന്നതല്ല, കുറ്റങ്ങളുണ്ട്. ബട്ട് എന്നാലും ദേ അക്സെപ്റ്റ് ദർ മിസ്റ്റേക്സ്. ഈവൻ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു. ദേ ഡിഡ്ന്റ് ടേക്ക് എ സിംഗിൾ പെനി ഫ്രം മൈ ഹാൻഡ്. എൻ്റെ ഒന്നും ഒരു രൂപ പോലും മേടിച്ചില്ല. സോ താങ്ക്സ് ടു ദം. സോ നമുക്ക് ഇനി മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇതാണ്, എക്സോസ്റ്റാണ്. മഫ്ലർ ഭയങ്കരമായിട്ട് വണ്ടി ഹീറ്റപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് എക്സോസ്റ്റാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്, പക്ഷേ എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് ഹീറ്റപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കത് മാറ്റണം. സോ അതെന്തെങ്കിലും നമ്മൾ ഉടനെ ചെയ്യണം. സോ ഗൈസ്, അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ നമ്മളിന്ന് വന്ന 3 ടാസ്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് കുറച്ചുകൂടെ അപ്ഗ്രേഡ്സ് ഒക്കെ ചെയ്യാനുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോ പുറകെ വരുന്നതായിരിക്കും. സോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ റിയലി താങ്ക്സ്. സോ ദാറ്റ് ഈസ് ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.